അസ്സലാമു അലൈക്കും. അങ്ങനെ ഞാൻ ഇന്ന് ഓർക്കാട്ടൂർ പോയിട്ട് വാങ്ങിയതാണ് നമ്മളെ കർമൂസ തൈ. നിങ്ങൾ കണ്ടിട്ടില്ല? പൈസൻ്റെ അകത്ത് ഞാൻ വളർത്തിയത്. അത് സാധാ കർമൂസ തൈ അല്ല. ഇതവിടെ പോയോളൂ എൻ്റെ കവർ. ഈ വെയിൽ വെച്ചിട്ടാണെല്ലാം കവറ്. എൻ്റെ കവറ് മേശപ്പുറത്തുണ്ടാ? ഞാൻ കവറ് വെച്ചിക്കില്ല നാടാ. നമ്മളെ കർമൂസ തൈ കുഴിച്ചുവിടാൻ കവറ് വാങ്ങി. അതിവിടെയാണ് കേട്ടോ. കുക്കറിൻ്റെ മൂടി വെക്കുമ്പോൾ വെച്ചത് അങ്ങോട്ട് അത് കാണിച്ചു തരാം. ഇതും തൂക്കി വാങ്ങിയതാണ്. നമ്മൾ ഓർക്കാട്ടേരി പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ടില്ലേ ഒരു ചെടീൻ്റെ ഒരു സ്ഥലം, വലിയ മാവും മരവും ഒക്കെ ഉള്ള അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനത്തെ നമ്മൾ ചെറുത് വാങ്ങിയേക്ക്. ഇത് കിലോന് 240 ഉറുപ്പ്യ. ഇത് കിലോനാണ് 60 ഉറുപ്പ്യക്ക് വാങ്ങി. ഇത് കുറേ കവറുണ്ട്. അതുപോലെ വലിയ കവർ. ഇതാ കർമൂസ എന്ന് പറഞ്ഞാൽ സാധാ കർമൂസ അല്ല, നമ്മളെ പീടിയെന്ന് വാങ്ങുന്ന ചുവന്ന കർമൂസയില്ല, വലിയ നമ്മൾ ഫ്രൂട്ടിൻ്റെ കൂടെ ഒപ്പരം മുറിച്ച് വെച്ച് കൊടുക്കുന്ന പരിപാടിക്കല്ലോ ആ വലിയ കർമൂസ തൈ കാണണ. അതിൻ്റെ ഇത് കാണിച്ചതാ. ഇത് വലിയ ഉറയാണ് കേട്ടാ. നിർത്തി കാണിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിൽക്ക്. ഇത്തരണ്ട് ഇതാ ക്യാമറ കാണുമ്പോൾ അല്ല വണ്ണുണ്ട്. പിന്നെ അതും ഞാൻ 1/2 കിലോനാണ് വാങ്ങിയത്. 1/2 കിലോന് 120 ഉറുപ്പ്യ. അതിൽ 5-6 കവറുണ്ട്. പിന്നെ ഏതാ കുഴിച്ചിടുന്ന പറഞ്ഞേട്ടെ നിങ്ങളോട്. ബഡ്ഡി കണ്ണ് കുത്തിപ്പോ മക്കളെ, കണ്ണ് കുത്തിപ്പോ. കേട്ടാ കാണിച്ചു തരാം. ഇതാ നിങ്ങൾ കണ്ടിട്ടില്ലതാ നിറച്ചും പൊടിച്ച. ഇത് പീടിയല്ല, നമ്മളെ സാധാ കർമൂസ തൈയല്ല. പീടിയെന്ന് വാങ്ങുന്ന വലിയ ചുവന്ന കർമൂസയില്ലേ അതാണ്. അത് സഞ്ചി കുഴിച്ചിടാൻ വേണം. എനിക്ക് കുറച്ച് അയൽവാസികൾക്കെല്ലാം കുഴിച്ചിടാൻ കൊടുക്കണം. പിന്നെ എനിക്കും എൻ്റെ കവറിൽ കുഴിച്ചിടണം. എൻ്റെ കവറല്ല, കവർ എന്നാ കേബോ അതിനും പറയാം കേബേഗ്. ഇങ്ങനത്തെ കേബേഗ് കുഴിച്ചിടുന്ന ഇതാ നല്ല കർമൂസ തൈ. ഇത് തേച്ചും ചുവന്ന കർമൂസ ഉണ്ടാകുന്ന തയ്യാ. ഇൻഷാ അല്ലാഹ് എല്ലാം കുഴിച്ചിട്ട് പിന്നെ ചാണകവും വെണ്ണീർ, ചാണകം, ചണ്ടി ഒക്കെ അതിലുണ്ട്. എല്ലാം നിറച്ച് കുഴിച്ചിടട്ടെ. ഓക്കെ മക്കളെ, ബായ്.